പണ്ടുപണ്ടൊരു മനോഹരമായ ഗ്രാമത്തിൽ കിയോൻ എന്നു പേരുള്ള വികൃതിയായ ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. അവന്റെ ഉറ്റ സുഹൃത്തായിരുന്നു കുഞ്ഞൻ എന്ന താറാവ് കുട്ടി. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഇരുവരും എപ്പോഴും ഒന്നിച്ചായിരുന്നു, നടപ്പും കളിയുമെല്ലാം. നമ്മൾക്ക് മണ്ണപ്പം ചുട്ട് കളിച്ചാലോ? ഒരു ദിവസം കിയോനും കുഞ്ഞനും വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കിയോന്റെ അമ്മ കോഴിക്ക് അത്യാവശ്യമായി പുറത്തു പോകേണ്ടി വന്നത്. കിയോനെ, അമ്മ വേഗം പോയി വരാം. അതുവരെ നീ മുറ്റത്ത് തന്നെ കളിച്ചിരിക്കണം. കൂട്ടുകാരന്റെ കൂടെ പുഴക്കരയിലേക്കൊന്നും പോകരുത്. നീ ചെറിയ കുട്ടിയാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ്. ഞാൻ എങ്ങോട്ടും പോകാതെ ഇവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ എന്നാൽ പോവുകയാണ്. ദേഹത്തൊക്കെ ആകെ ചെളിയായി. നമുക്ക് പുഴയിൽ കുളിക്കാൻ പോയാലോ? നിന്നോട് നിന്റെ അമ്മ പുഴക്കരയിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നീ പോകുന്നത് ശരിയല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാനും നിന്നെ പോലെ ചിറകുകളുള്ള ഒരു പക്ഷിയല്ലേ. നിനക്ക് വെള്ളത്തിൽ നീന്താമെങ്കിൽ എനിക്കും അതിന് സാധിക്കും. അങ്ങനെ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് കിയോൻ കുഞ്ഞിന്റെ കൂടെ പുഴക്കരയിലേക്ക് നടന്നു. പുഴ കണ്ടപ്പോൾ കിയോൻ ആവേശമായി. കുഞ്ഞൻ സന്തോഷത്തോടെ വെള്ളത്തിലിറങ്ങി നീന്താൻ തുടങ്ങി. അവനെ കണ്ടപ്പോൾ കിയോൻ ചിന്തിച്ചു, ഞാൻ എന്തിനു പേടിക്കണം? എനിക്കും ചിറകുകളുണ്ടല്ലോ. ഞാനും കുഞ്ഞനെ പോലെ നീന്താൻ പോവുകയാണ്. എന്നാൽ വെള്ളത്തിൽ വീണപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. താറാവിനെ പോലെ കോഴികൾക്ക് നീന്താൻ കഴിയില്ല. അവൻ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ! അതാ കിയോൻ മുങ്ങിത്താഴുന്നേ. കിയോന്റെ കരച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന മിന്നു എന്ന ആമ വേഗത്തിൽ നീന്തിയെത്തി. വെള്ളം കുടിച്ച് അവശനായ കിയോനെ മിന്നു തന്റെ പുറത്ത് കയറ്റി സുരക്ഷിതമായി കരയിലെത്തിച്ചു. കരയിലെത്തിയ കിയോൻ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാണ് വെള്ളത്തിലിറങ്ങിയത്? ഓരോ ജീവിക്കും ഓരോ കഴിവുകളാണുള്ളത്. കോഴികൾക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് നിനക്ക് ഈ അപകടം പറ്റിയത്. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് കിയോന് മനസ്സിലായി. അമ്മയുടെ വാക്ക് കേൾക്കാത്തതിൽ അവന് വലിയ പശ്ചാത്താപം തോന്നി. ഇനി ഒരിക്കലും മുതിർന്നവർ പറയുന്നതനുസരിക്കാതിരിക്കില്ലെന്ന് അവൻ തീരുമാനിച്ചു. ഗുണപാഠം: മുതിർന്നവരുടെ വാക്കുകൾ അനുസരിക്കുക. അറിവില്ലാത്ത കാര്യങ്ങളെ എടുത്തു ചാടരുത്.